എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ഒരു വിശ്വകർമ്മ യുവതിയാണ്. 32 വയസ്സ്, സെക്കൻഡ് മാരേജാണ്, SSLC ആണ് വിദ്യാഭ്യാസം, മലപ്പുറം ജില്ലയാണ്. സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 73 56 48 41 00 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ജില്ലാ ജോലിയൊന്നും അവർക്ക് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒരു ഇളവ യുവതിയാണ്. 25 വയസ്സ്, അശ്വതി നക്ഷത്രം, ഡിഗ്രിയാണ്, മലപ്പുറം ജില്ലയാണ്. സാധാരണക്കാർ മതി തന്നെയാണ് ഇവരും പറയുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 28 വയസ്സുണ്ട്, ഡിഗ്രിയാണ്, വിദ്യാഭ്യാസം, PSC കോച്ചിങ് ആണ്, കാർത്തിക നക്ഷത്രമാണ്. പിന്നെ അച്ഛൻ LIC ഏജൻ്റാണ്, LICയുടെ ഒരു മാനേജറാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഇവർക്ക് ജില്ല ഏതായാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ജില്ല അങ്ങനെ പ്രിഫർ ചെയ്ത് അവരുടെ പറഞ്ഞു തന്നിട്ടില്ല. ഏത് ജില്ലയിൽ നിന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏത് ജില്ലക്കാരായാലും അവർക്ക് അനുയോജ്യമായതാണെങ്കിൽ അവർ നോക്കും കേട്ടോ. അടുത്തതൊരു നായർ യുവതിയാണ്. 37 വയസ്സാണ്, ഡൈവോഴ്സാണ്, ഉത്ര നക്ഷത്രമാണ്. ഇവർ പാലക്കാട് ജില്ലയിലാണ്, ഡിഗ്രിയാണ്, വിദ്യാഭ്യാസം. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 32 വയസ്സ്, ഡിഗ്രിയാണ്, സാധാരണക്കാരാണ്. ഇവർ എറണാകുളം ജില്ലയിലാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 28 വയസ്സുണ്ട്, ചോതി നക്ഷത്രമാണ്, ഡിഗ്രിയാണ്, വിദ്യാഭ്യാസം, പ്രൈവറ്റ് ജോബുണ്ട്. അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാമെന്ന് പറയുന്നുണ്ട്. പാലക്കാട് ജില്ലയാണ്. ഇവർ സാധാരണക്കാരാണ്, അതുകൊണ്ട് സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ്. 41 വയസ്സുണ്ട്, മലപ്പുറം ജില്ലയാണ്, SSLC ആണ്, വിദ്യാഭ്യാസം, ആദ്യ വിവാഹമാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ബാധ്യത ഇല്ലാത്ത പുനർവിവാഹം ആയാലും അവർക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. SC ST ഒഴികെ മറ്റേതൊരു കാസ്റ്റൊന്നും ആലോചന നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ്. 27 വയസ്സാണ്, മലപ്പുറം ജില്ലയിലാണ്, ഡിഗ്രിയാണ്, വിദ്യാഭ്യാസം, ഇടത്തരം ഫാമിലിയാണ്. വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തിൽ നിന്നായാലും ആലോചന നോക്കാമെന്ന് പറയുന്നുണ്ട്. ജില്ലാ ജോലി ഏതായാലും നോക്കാം, ആശാരിപ്പണി ആയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. പുനർവിവാഹമാണ്. 55 വയസ്സുണ്ട്. ഇവർ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ ആവശ്യമെങ്കിൽ ദത്ത് നിൽക്കാനാണ്. അതായത് ചെറുക്കൻ്റെ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവരുടെ വീട്ടിൽ നിൽക്കാം. ഇവർക്ക് കുട്ടികളുള്ള ആൾക്കാരായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. നല്ല സ്വഭാവമുള്ള ഒരാളാവണം, സംരക്ഷിക്കുന്ന ആളാവണം, സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാവണം, ദുശീലങ്ങൾ ഉണ്ടാവരുത്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഡിമാൻഡ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. പുനർവിവാഹമാണ്, പാലക്കാട് ജില്ലയിൽ, 43 വയസ്സ്, ഇടത്തരം സാമ്പത്തികമാണ്, അശ്വതി നക്ഷത്രം. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏതൊരു ആലോചനയായാലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട്. അവരുടെ മനസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മനസ്സിനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ആലോചനയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കാം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്കാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഈഴവ യുവതിയാണ്. ആദ്യ വിവാഹം, 34 വയസ്സ്, +2 ഡിപ്ലോമ. ഇവർ ഒരു ഷോപ്പ് നടത്തുകയാണ്, അതായത് ബിസിനസ്സാണ് ചെയ്യുന്നത്. അതായത് ബിസിനസ്സിനോട് താല്പര്യമുള്ള ആളുകളോ അല്ലെങ്കിൽ ബിസിനസ് നിലവിൽ ചെയ്യുന്നവരോ ആണെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് മറ്റുള്ള ആൾക്കാരെ നോക്കില്ല എന്നല്ല, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നോക്കാം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 40 വയസ്സ്, ആദ്യ വിവാഹമാണ്, പുനർവിവാഹം, ബാധ്യത ഇല്ലാത്തതാണെങ്കിൽ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
അടുത്തതൊരു SC യുവതിയാണ്, 38 വയസ്സ്, തൃശ്ശൂർ ജില്ലയിലാണ്. പ്രൈവറ്റ് ജോബാണ്. ജാതകം നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. SCയിൽ ഏതൊരു വിഭാഗത്തു നിന്നും നോക്കാമെന്നാണ് അവർ പറയുന്നത്. മറ്റ് കാസ്റ്റിലുള്ള ആളുകൾക്ക് താല്പര്യമാണെങ്കിൽ, അതായത് SCക്കാരെ അംഗീകരിക്കുന്ന മറ്റ് വിഭാഗത്തിലുള്ള, അത് ഹിന്ദുവിൽ പെട്ട മറ്റ് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ ചിലർ അങ്ങനെ ആദ്യമൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നൊരു കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളത് വേണ്ടെന്നും പറയുന്നുണ്ട് ആൾ. അപ്പം നല്ല സ്വഭാവമുള്ള ഒരാളാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പം എന്തായാലും താല്പര്യമുള്ള ആളുകൾ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പം ഇന്ന് ഇത്രയാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇനി ഞാൻ ഒരു പ്രത്യേക കാര്യം പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതിൽ പറയുന്നതൊക്കെ ഓഫീസ് നമ്പറാണ്, പെൺകുട്ടികളുടെ നമ്പറല്ല. മുന്നേ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, എൻ്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. പെൺകുട്ടികളുടെ വീട്ടുകാർ നമ്മളോട് പരാതി പറയുന്നതുകൊണ്ടാണ് അത് കുറച്ചൊരു ബുദ്ധിമുട്ടിലേക്ക് പോയി. ചിലരൊക്കെ വിളിച്ച് ചില ആളുകളെ രാത്രിയൊക്കെ ശല്യം ചെയ്തു എന്നൊക്കെ ഉള്ളൊരു പരാതിയിലാണ് പിന്നെ നമ്മൾ പെൺകുട്ടികളുടെ നമ്പർ ഇങ്ങനെ കൊടുക്കാതെ ആയത്. രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം കുട്ടികളുടെ നമ്പർ പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് വന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി. കാരണം എല്ലാവരും വിളിച്ചാലും എല്ലാവർക്കും എടുത്ത് വിളിക്കാമല്ലോ ആ നമ്പർ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാതും മാരേജ് നടത്തിത്തരാം എന്ന് ഞാനിവിടെ ആരോടും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽ തന്നു, ഇതന്നെ നടക്കൂട്ടോ, അത് ഞാൻ നടത്തിത്തരും എന്തായാലും, അങ്ങനെ നമ്മൾ പറയില്ല. അത് നടക്കും എന്ന് നമുക്കൊരു 100% ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അതുപോലെ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങളുടെ മാരേജ് നടത്തിത്തരാം. ചിലർ അങ്ങനെ എന്നോട് പറയാറുണ്ട്, ചേച്ചി ഞാൻ 2 മാസമായില്ലേ, അല്ലെങ്കിൽ ഞാൻ 6 മാസമായില്ലേ ചെയ്തിട്ട് ഇതുവരെ ശരിയായില്ല, നിങ്ങൾ തന്നതൊന്നും ശരിയായില്ല എന്ന് ഒരുപാട് പേര്, കുറച്ചല്ല ഒരുപാട് പേര് പറയുന്നത്. ഇതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം, പറഞ്ഞവർക്ക് അറിയാം. അവരവരുടെ വിഷമമാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇത്ര ഒരു ടൈമിൻ്റെ ഉള്ളിൽ നടത്തിത്തരാമെന്നും പറയാൻ കഴിയില്ല. ചിലരുടെ നമ്മൾ 1 2 ഡീറ്റെയിൽ കൊടുത്താൽ അതുതന്നെ കല്യാണം കഴിഞ്ഞ് പോണവരുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ചിലർ പറയില്ല. അവർ അപ്പം നമ്മളോട് പറയുന്നത് നിങ്ങളൊരു നമ്പറല്ലേ തന്നുള്ളൂ, പിന്നെ ഇത്ര പറയാൻ കല്യാണം കഴിഞ്ഞു എന്ന് നിങ്ങളോട് പറയാൻ എന്താ പത്രം ഞങ്ങൾക്ക് ബാധ്യത, നിങ്ങളൊരു നമ്പറല്ലേ തന്നുള്ളൂ, അതിന് ഞങ്ങൾ രജിസ്ട്രേഷൻ ചാർജ് അടച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തായാലും നമ്മളങ്ങനെ ചോദിക്കണമില്ല, ചാർജൊന്നും ആരോടും ചോദിക്കില്ല. മാരേജ് കഴിഞ്ഞവർ ദയവ് ചെയ്തിട്ടൊന്ന് പറയുക, എൻ്റെ ഇത് ശരിയായി ഇനി നോക്കണ്ട എന്നുള്ളത്. അങ്ങനെ ഒന്ന് പറയാനുള്ളൊരു സന്മനസ് എല്ലാവരും കാണിക്കുക. പിന്നെ പരമാവധി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും എനിക്ക് കിട്ടിയില്ല, ഞാൻ പൈസ കൊടുത്തു, എൻ്റെ പൈസ പോയി, ആ തരത്തിലൊക്കെ ഉള്ള കമൻറ്റുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് അവരുടെ ബയോഡാറ്റ, ചിലത് ശുദ്ധജാതകം, വിദ്യാഭ്യാസം കുറവ്. ഞാൻ ഒരു എടുത്ത് പറയല്ല കേട്ടോ, നമ്മളൊരു ഇത് പറയുകയാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു +2 ഒക്കെ ആണെങ്കിൽ അത് തിരഞ്ഞ് കിട്ടാൻ പ്രയാസമാണ്. ഇതൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് പിന്നെ അവരോട് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു അമിത പ്രതീക്ഷയാണ്. പിന്നെ എല്ലാവരും അത് പറയും, ചേച്ചി ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിയാവും അല്ലെങ്കിൽ ശരിയാക്കി തരും എന്നുള്ളൊരു പ്രതീക്ഷയോടൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ള ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ചേച്ചീനെ സമീപിക്കണമെന്ന് പറയാറുണ്ട്. എനിക്കും അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, എല്ലാവർക്കും നടക്കണം, നടത്തി തരണം തന്നെയാണ്. പക്ഷേ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്ന അത്രയും ഈസി ആയിട്ട് ഇപ്പോൾ അത് നടക്കണില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് നമ്മൾ ചെയ്യണില്ല, നോക്കണില്ല എന്നുള്ളതല്ല. നമ്മളടുത്ത് വരുന്ന ഡീറ്റെയിൽസൊക്കെ എല്ലാവർക്കും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാതും എല്ലാവർക്കും കൊടുക്കാനും കഴിയില്ല. ചില കുട്ടികളുടെ അല്ലെങ്കിൽ ചില പെൺകുട്ടികളുടെ വീട്ടുകാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ ഒന്നാമത്തത് നമുക്ക് പെൺകുട്ടികളുടെ രജിസ്ട്രേഷൻ ചാർജ് നമ്മൾ വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ പറയുക, ഞങ്ങളവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, ശ്രീഭദ്രയിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളവിടെ സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് അങ്ങനെ ഒരു ടോക്ക് എല്ലാവരും പറയുന്നുണ്ടെന്ന് പറയുന്നു. അത് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അച്ഛൻ്റെ നമ്പർ അല്ലെങ്കിൽ അമ്മയുടെ നമ്പർ, അങ്ങനെ ഒരു നമ്പറിൽ നമ്മൾ തരുന്നത്. ആ നമ്പറിൽ ചിലപ്പോൾ അവരെ പല ബ്യൂറോസ് നിന്ന് വിളിക്കുന്നുണ്ടാവും, പല ബ്രോക്കേഴ്സ് വിളിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിനെ സ്പെസിഫൈ ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് അവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവർ ഇതൊന്നും ചാനലൊന്നും കാണുന്ന ആൾക്കാരാവില്ല. അധികം ഈ ചാനൽ കാണുന്നത് ബോയ്സിൻ്റെ പേരൻസാണ്, പെൺകുട്ടികളുടെ അവരങ്ങനെ നോക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഓർമ്മയിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ചേച്ചിയോട് പരിഭവമൊന്നും കരുതരുത്. പിന്നെ നിങ്ങൾ എവിടുന്നൊക്കെയോ നമ്പർ തരാം, അത് എവിടുന്നൊക്കെയോ തന്നെയാണ് ഞങ്ങൾ നമ്പർ സംഘടിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ വരുന്നത് ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് അതേപോലെയുള്ള ഇതാണ് ചെയ്യാൻ പറ്റുള്ളൂ, നോക്കാനും പറ്റുള്ളൂ. നമ്മളെപ്പോലെയല്ലേ കുറച്ച് താഴെ തട്ടിക്ക് ഇറങ്ങി വരുന്ന ആളുകൾക്ക് ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാൻ അവർക്ക് മടിയാണ്. കാരണം പല ബ്യൂറോയിൽ നിന്ന് അവരെ വിളിച്ചിട്ട് അവർക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ബ്രോക്കർമാർ, അതായത് നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഞാനും തന്നെ ഫീൽഡിൽ പോകാറുണ്ട്, എനിക്ക് പറ്റുന്ന സ്ഥലമൊക്കെ കവർ ചെയ്യാറുണ്ട്. പിന്നെ മറ്റുള്ള ആളുകൾ നമുക്ക് പോയി അവർ കൊണ്ട് തരുന്ന ഡീറ്റെയിൽസാണ് അധികം. പിന്നെ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് വരുന്നത് ചില ബ്രോക്കർമാർ എത്തിച്ച് തരുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഡീറ്റെയിൽ കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നത് മാത്രമല്ല, രജിസ്ട്രേഷൻ ചെയ്യലില്ല എന്ന് പറയല്ല, ആരുടെ അടുത്തൊന്നും എത്ര വലിയ ആൾക്കാരായാലും നമ്മൾ പെൺകുട്ടികളുടെ അടുത്ത് നിന്ന് ചാർജ് വാങ്ങിക്കാറില്ല. അതിൻ്റേതായൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുമല്ലോ. അപ്പോൾ കാരണം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് വേണ്ടി ഒത്തിരി കോളുകൾ ഷെയർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, ഈ ചേട്ടൻ പറഞ്ഞു, ആ ചേച്ചി പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആൾ നമ്പർ എടുത്ത് തന്നു, അതുകൊണ്ട് ചേച്ചിയുടെ നമ്പർ കിട്ടിയ, ഓഫീസിലെ നമ്പർ കിട്ടി, ഞങ്ങൾ വിളിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതിന്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചാനലും ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. ഒട്ടും നമ്മൾ എന്താ പറയുക പ്രൊഫഷണലായി ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ ഇപ്പോൾ നമ്മളൊരാൾ നിങ്ങളോട് എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് ഓഫീസിൽ ഇരുന്നിട്ട് നമ്മൾ പറയണം, ഉള്ള കാര്യങ്ങൾ പറയുന്നത്, അത് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ഡീറ്റെയിൽ തന്നെ അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു പ്രൊഫഷൻ്റെ ആ ഒരു ഇതൊന്നും നമ്മളിതിലേക്ക് കലർത്തിയിട്ടില്ല. ചിലരൊക്കെ പറയാറുണ്ട് ചേച്ചിയുടെ വീഡിയോസിൽ എന്താണ് കുറച്ച് ചെയ്തൂടെ, അല്ലെങ്കിൽ അതൊന്ന് മോഡിഫൈ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. നമുക്കൊരു ഡീറ്റെയിൽ വരുന്നു, നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു, അതിനുള്ളൊരു മാധ്യമം, അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീണ്ടും എൻ്റെ കൂടെ തന്നെ നിൽക്കുക, എന്നാൽ കഴിയുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യും. ഓക്കെ.